എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ പറയുന്ന വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് തന്നിട്ടുണ്ടായിരുന്നത്. നേരെ മുകളിലോട്ട് കയറി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസിൽ റിജക്റ്റ് ആയി താഴോട്ട് വന്ന് അവിടെ നിന്ന് പിന്നീട് ട്രെൻഡ് താഴോട്ടായിരുന്നു. ഇന്നേ ദിവസത്തെ ട്രെൻഡ് താഴോട്ടായിരുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ലഭിക്കാവുന്ന ഒരു ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രേഖപ്പെടുത്തിയ ലോയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഒരു ടാർഗറ്റും നല്ലൊരു സപ്പോർട്ട് ലെവലും എന്ന് പറയുന്നത് 24,306 എന്ന ഈ ഒരു ലെവലാണ്. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. ഇപ്പോൾ ഈ ഒരു സമയമ്പോഴത്തേക്കും ഒരു 2:30-2:45 പ്രത്യേകിച്ച് ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടും പിന്നെ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് 2:30-2:45 ശേഷം ഫ്രഷ് എൻട്രീസ് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എക്സ്പയറിക്ക് 3 മണിക്കൊക്കെ ശേഷം ഒട്ടുമിക്ക എല്ലാ സ്ട്രൈക്സും 0 ആയി പോകുന്ന സമയമാണ്. ഇപ്പൊ ഇവിടെ നിന്ന് താഴോട്ട് വന്നു. താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഈ ഒരു 284 താഴെ കുറച്ചു നേരം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,152-36 എന്നീ ലെവലിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രേഡ്സ് എടുക്കല് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം പോസിബിൾ ആണ്, പക്ഷെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ന്യൂസിന്റെ എഫക്റ്റ് ഉണ്ട്. ഇന്ത്യ വിക്സ് അതായത് വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് വോളറ്റിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇന്ത്യ വിക്സ് കുറച്ചായിട്ട് ആ ഇൻഡെക്സിൽ ഇപ്പോൾ 2021 ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 18 വരെ കുഴപ്പമില്ല. അതിനുശേഷം മുകളിലോട്ട് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളറ്റിലിറ്റി കൂടുന്നു എന്നതാണ്. ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇന്ത്യ വിക്സ് 21 ഒക്കെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളറ്റിലിറ്റി അത്രയും ഹൈ ആയി. മേ ബി വാർഫിയർ ആയിരിക്കാം, ന്യൂസ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ എപ്പോഴെങ്കിലും മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ട്രേഡ് എടുക്കുന്നത് മാറ്റിവെച്ച് ജസ്റ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വോളറ്റൈൽ ആയിരിക്കുമ്പോൾ മാർക്കറ്റ് പെരുമാറുന്നത് എന്നുള്ളത് വാച്ച് ചെയ്ത് ഇരിക്കുക കേട്ടോ. ട്രേഡ് എടുക്കുന്നത് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഇനി സെൻസെക്സില് അപ്പൊ ഈ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ലെവൽസ് എല്ലാം കൃത്യമായിട്ടും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് പ്ലാൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ട്രേഡിംഗ് പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ആദ്യത്തെ ക്യാൻഡിൽ 3 മിനിറ്റോ 5 മിനിറ്റോ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കും. ഇതാണല്ലോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത് വന്ന ക്യാൻഡിൽ മുകളിലോട്ടും കയറി താഴോട്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ബ്രേക്ക് ഔട്ട് വന്നിട്ട് വന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോവാതെ ഓപ്പോസിറ്റ് വീണ്ടും ഇപ്പൊ ആദ്യം മുകളിലോട്ട് കയറി പിന്നീട് താഴോട്ട് വീണ്ടും ഇറങ്ങി വന്ന് അങ്ങനെ മുകളിലോട്ടും താഴോട്ടും ബ്രേക്ക് ഔട്ട് വന്നാൽ രണ്ടാമതായിട്ട് ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ഔട്ട് വരുന്നത് ആ ഡയറക്ഷനിലോട്ട് അന്നേ ദിവസത്തെ ട്രെൻഡ് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഒരു ഡയറക്ഷനിലോട്ട് നല്ലൊരു ട്രെൻഡ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ രണ്ടാമതായിട്ട് താഴോട്ട് വന്നിട്ട് ട്രെൻഡ് തന്നെ താഴോട്ടായിരുന്നു. ഇത് സാധ്യതയാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് പ്രോബബിലിറ്റി. രണ്ടാമതായിട്ട് ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ഔട്ട് വരുന്നത് ആ ഡയറക്ഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ദിവസം തന്നെ ആ ഡയറക്ഷനിലോട്ട് പോയേക്കാം. ഇനി നമുക്ക് സെൻസെക്സില് ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, അതുപോലെ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് പരിശോധിക്കാം. ഇതാണ് സെൻസെക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ്. അതുപോലെ തന്നെ സെൻസെക്സിൽ ട്രേഡിംഗ് പ്ലാൻ കുറച്ചുകൂടി കൃത്യമായിട്ടും നമുക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നോ ആ ഡയറക്ഷനിലോട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ അതിന് തൊട്ട് മുകളിലോ ഇല്ലെങ്കിൽ ഡേയ്സ് ഹൈയിലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് വരുന്ന ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയെ പോലെ തന്നെ സെൻസെക്സും താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് തന്നു, അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ നമുക്ക് തന്നു. പിന്നീട് പോകുന്ന ലെവലിലേക്ക്, അതായത് പിന്നീട് വരുന്ന ടാർഗറ്റ്, പിന്നീട് വരുന്ന ലെവൽ കിട്ടാൻ കുറെ താമസം വന്നു. അത് ഹോൾഡ് ചെയ്ത് പിടിച്ചവർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും പ്രൈസ് ഡീകേ ആവുന്നത് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. നിഫ്റ്റിയിലാണെങ്കിൽ പ്രീമിയം 0 ആയി പോയിട്ടുണ്ടാവും. എവിടെ നിന്നൊക്കെ എടുത്ത പ്രീമിയം ആണെങ്കിൽ 0 ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി സെൻസെക്സിലാണെങ്കിൽ എക്സ്പയറി അല്ലാത്തത് കൊണ്ട് ഡീകേ സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ 0 ആയി പോയിട്ടുണ്ടാവില്ല. ശേഷം ഇങ്ങോട്ടൊക്കെ വന്ന സമയത്ത് ആ ഒരു പ്രോഫിറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഈ ഒരു ലെവൽ ടാർഗറ്റ് ആയിട്ട് വന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യത ഈ ഒരു കൺസോൾട്ടേഷനിൽ ഉണ്ട്.
പിന്നീട് ലോ ബ്രേക്കായി, അതായത് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ ബ്രേക്ക് ചെയ്താൽ പിന്നീട് തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ അതിന് തൊട്ട് മുകളിലോ ഇല്ലെങ്കിൽ അതിന് മുൻപത്തെ റിജക്ഷന്റെ മുകളിലോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. എന്നിട്ട് താഴോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ സെല്ലിങ്, നല്ല സെല്ലിങ് വന്നിട്ടുണ്ട്, റിജക്ഷൻ കിട്ടിയിട്ടില്ല. ഈ സെല്ലിങ് കണ്ടിന്യൂ ചെയ്തു പോയായിരുന്നെങ്കിൽ സെൻസെക്സിലും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായിട്ടുള്ള 79,634, 571 എന്ന ലെവല് നമുക്ക് കിട്ടിയേനെ. ഓക്കെ, ഇനി സെൻസെക്സിൽ എന്റെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ, സെൻസെക്സിൽ മാത്രമല്ല നിഫ്റ്റിയിലാണെങ്കിലും ഈ ഇൻഡെക്സുകളിലെ എന്റെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ്, അതിലെ എന്റെ ലെവൽസ് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നിഫ്റ്റിയില് നാളത്തേക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. ഇതില് ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ നിഫ്റ്റി നാളെ ഒരു ഓപ്പണിംഗ് എവിടെ വേണേലും തരട്ടെ, ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഗ്യാപ്പ് ഡൗൺ, എവിടെ വേണേലും ഓപ്പണിംഗ് തരട്ടെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ആദ്യത്തെ ക്യാൻഡിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഫോം ആയി, അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽസ്, അതായത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത്, അപ്പൊ മുകളിലോട്ടാവാം താഴോട്ടാവാം, ഏത് ഡയറക്ഷനിലോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് ഞാൻ ട്രേഡ് എടുക്കും. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിൽ അപേക്ഷിച്ച് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കും. ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് എൻട്രി എടുത്ത് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അവിടെ കിട്ടിയ റിജക്ഷന് തൊട്ട് താഴെ തന്നെ അല്ലെങ്കിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 24,245, 24,302 എന്നീ ലെവലുകൾ ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. 24,245, 302 പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് ലെവലും. ശേഷം മുകളിലോട്ട് കയറിയിട്ട് 24,358 ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ ക്യാൻഡിൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള ഈ ലെവലുകൾ ടാർഗറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 24,450, 24,526, 24,590, 24,624, 627, 624, 657 എല്ലാം പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്തിട്ട് മുകളിലോട്ട് ടാർഗറ്റ് വെച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു പുതിയ ഹൈ വരികയാണെങ്കിൽ തരുന്ന ഡിസ്കൗണ്ടിൽ ഒന്ന് താഴോട്ട് വന്ന് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ അവിടുന്ന് വീണ്ടും കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്ത് എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെക്കാവുന്നതാണ്. ഇനി 15 മിനിറ്റിൽ റിജക്റ്റഡ് ആയിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണെങ്കിലോ അപ്പോഴും ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇനി നിഫ്റ്റി ഓപ്പണിങ്ങിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലൊക്കെ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ആ ഒരു ഡിസ്കൗണ്ടിന്റെ മുകളിൽ തന്നെ നമുക്ക് എവിടെ നിന്നാണോ എൻട്രി കിട്ടിയത് ആ ഒരു കിട്ടിയ റിജക്ഷന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ പിന്നീട് ഈ താഴോട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അതായത് 24,053, 24,007, 23,882, 23,848, 23,783, 23,744 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ 24,007 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ചു നേരമെങ്കിലും താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 23,882, 23,848 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ താഴോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഏത് ലെവലിൽ നിന്നാണോ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവുന്നത് അവിടെ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുക്കും. അതായത് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുമ്പോൾ തന്നെ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷനിൽ ട്രേഡ് എടുത്തിട്ട് മുകളിലോട്ട് എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ താഴോട്ട് വീണ്ടും ആ ഒരു ഫോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഒരു റിജക്ഷൻ തരുമ്പോൾ അവിടുന്ന് വീണ്ടും പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് അതിന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് വെച്ചിട്ട് താഴോട്ട് ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിഫ്റ്റിയിൽ താഴോട്ടുള്ള നമ്മുടെ ലെവൽസ് ഇങ്ങനെയും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള നമ്മുടെ ലെവൽസ് ഇങ്ങനെയുമാണ് വരിക. ഈ ഒരു ഏരിയയിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയയിൽ ലൈൻസ് കുറച്ചധികം ഉണ്ടാവാൻ ചിലർക്ക് ഒരുപാട് ലൈൻസ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ലെവൽസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റിയിലെ എൻ്റെ ലെവൽസും എൻ്റെ ട്രേഡിംഗ് പ്ലാനും.
ഇനി സെൻസെക്സിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ, എൻ്റെ ലെവൽസ് എങ്ങനെ എന്നുള്ളത് പരിശോധിക്കാം. സെൻസെക്സിൽ നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് ഇങ്ങനെയാണ്. ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ, 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും ട്രേഡ് എടുക്കുക. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ ഇപ്പം മുകളിലോട്ട് കയറി രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ആദ്യത്തെ ക്യാൻഡിൽ അപേക്ഷിച്ച് മുകളിലോട്ടാണ് കയറുന്നതെങ്കിൽ ഡിസ്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും. ഒന്ന് താഴോട്ട് വന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒന്നും റിജക്ഷൻ തന്ന് മുകളിലോട്ട് സൂചിപ്പിക്കുമ്പോൾ അവിടുന്ന് കോൾ ഓപ്ഷൻ എടുക്കും. എന്നിട്ട് അതിന് തൊട്ട് താഴെ ഇല്ലെങ്കിൽ ഡേയ്സിലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 80,291, 80,492 എന്നീ ലെവലുകൾ ടാർഗറ്റുകളാക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ഇവിടെയും 80,291, 80,492 എന്നീ ലെവലുകൾ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ 80,684 ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് സമയമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 80,830, 81,051, 81,183, 81,384 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് തന്നെ ട്രേഡ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ പുട്ട് ഓപ്ഷനിൽ ട്രേഡ് എടുത്തിട്ട് താഴോട്ട് എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ റിജക്റ്റഡ് ആവാതെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പുതിയൊരു ഹൈ വരികയാണെങ്കിൽ പിന്നെ ഒന്ന് താഴോട്ട് വന്ന് ഒരു ചെറിയ റിജക്ഷൻ ക്യാൻഡിൽസ് വരുന്ന സമയത്ത് അവിടുന്ന് വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഈ ഒരു 80,492 ബ്രേക്ക് ചെയ്തിട്ട് 80,684 ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ മുകളിലോട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 81,384 നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ എല്ലാം ചെറിയ ചെറിയ ടാർഗറ്റുകളായിട്ട് അതിന്റെ ഇടയിൽ വരും. ഇനി സെൻസെക്സ് ഓപ്പണിങ്ങിന് ശേഷം താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ഡേയ്സ് ആയോ ഇല്ലെങ്കിൽ ആ കിട്ടിയ റിജക്ഷന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 79,856, 79,634, 571 എന്നീ ലെവലുകൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഇവിടെ 79,634, 571 എന്നീ ലെവലുകൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സപ്പോസ് 79,571 ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ കുറച്ച് നേരമെങ്കിലും അതിന് താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 79,340, 79,134, 78,822, 78,690 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. 78,690 ബ്രേക്ക് ചെയ്ത് അതിന്റെ തൊട്ട് താഴെയുള്ള 78,606 ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പിന്നെയും താഴോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് കുറച്ച് നേരമെങ്കിലും അതിന്റെ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 78,174 ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഇനി 15 മിനിറ്റ് റിജക്റ്റഡ് ആവാതെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിനെ പിന്നെയും ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലോ വരികയാണെങ്കിൽ വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഒരു ചെറിയ റിജക്ഷൻസ് സൂചിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്ത് അതിന് തൊട്ട് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ലെവലുകൾ തന്നെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. സെൻസെക്സിൽ അതിന്റെ താഴോട്ടുള്ള ലെവൽസ് ഇങ്ങനെയും അതുപോലെ സെൻസെക്സിൽ അതിന്റെ മുകളിലോട്ടുള്ള ലെവൽസ് ഇങ്ങനെയുമാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതേപോലെ ലെവൽസ് മാർക്ക് ചെയ്യാൻ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ട്രേഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ രീതിക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ മന്ത്ലി ഒരു ബാച്ച് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. മാക്സിമം 10 പേരിനെ എടുക്കുള്ളൂ. ഫീസ് 10,000 ആണ്. ഡ്യൂറേഷൻ വരുന്നത് 3 വീക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.